ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തനി നാടൻ രസമാണ്. മല്ലിയിലേക്കിട്ടുള്ളൊരു രസം. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻറ്റ് ഒരു 2 മീഡിയം സൈസ് തക്കാളിക്ക് അരിഞ്ഞത്, ആവശ്യത്തിന് മല്ലിയില, ഒരു 1/4 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചി, 6-7 കഷ്ണം വെളുത്തുള്ളി നന്നായി ചതച്ചത്, ഒരു 10 കഷ്ണം കുഞ്ഞുള്ളി നന്നായി അരിഞ്ഞത്. ഇത് കടുക് വറക്കാനായിട്ടാണ്. നമുക്കിനി ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. അതൊന്ന് ചൂടായി വരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിൻ്റെ ആ പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. നന്നായി മൂത്ത് വരുന്നുണ്ട്. ഇപ്പോൾ അത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസ് തക്കാളിക്കയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് അടച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. തക്കാളിക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി പിഴുപുളിയാണ് വേണ്ടത്. ഒരു കുഞ്ഞു വലിപ്പത്തിൽ വെച്ചാൽ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പിഴുപുളി നന്നായിട്ട് ഉടച്ച് വെള്ളത്തിലിട്ട് ഉടച്ച് അതിൻ്റെ സത്തെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 2 കപ്പ് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഇതിലേക്ക് കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, ഒരു നുള്ള് ഉലുവാപ്പൊടി, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഉണ്ടല്ലോ, അതാണ് രസത്തിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അതുകൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഏറ്റവും ലാസ്റ്റിലാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത്. നമ്മുടെ ആവശ്യത്തിന് എല്ലാവർക്കും എത്രയും വേണം അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ടിത്. നന്നായി തിളച്ച് ചെറുതായിട്ടൊന്ന് പറ്റിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വറ്റി വന്നാൽ ഇതിനകത്തുള്ള രസത്തിൻ്റെ എല്ലാ സത്തൊന്നും ഇതിലേക്ക് ഇറങ്ങി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളിക്ക, മല്ലിയിലയുടെയും എല്ലാ കുരുമുളകിൻ്റെയൊക്കെ സത്ത് ഇറങ്ങിയത് രസത്തിൻ്റെ ഒരു രുചി വരുള്ളൂ. നമുക്കിനി ഇതൊന്ന് വാങ്ങി വെക്കാം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു ഒഴിച്ചുകറിയാണ് രസം. കുഞ്ഞുങ്ങൾക്കാണേലും വലിയവർക്കാണേലും ഒരുപോലെ ഇഷ്ടമാണ് രസം. എല്ലാ അസുഖക്കാർക്കും കഴിക്കാം. ഗ്യാസ് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖത്തിനും രസം വളരെ നല്ലതാണ്. അപ്പം എല്ലാവർക്കും എൻ്റെ രസം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു.